is the biggest and most popular festival of Kerala. The Malayalis within and outside Kerala celebrate Onam wherever they are. Onam celebrations marks the commemoration of Vamana Avadhara of Vishnu and the subsequent homecoming of mythical King Mahabali. Onam is reminiscent of Kerala's agrarian past, as it is considered to be a harvest festival. Kerala Kalasamiti Nevedi, the Malayali Samajam, Kalalaya, is celebrating Onam with variety entertainments such as Onapat, Tiruvadiragali, Puligali, Tumbitullal, Nadanpat, Villupat, Kolkali, Manjipat, etc. Kalalaya women folks arranged the traditional Onapookalam, the floral carpet. They started the work as early as 4 o'clock in the morning. They made this pookalam out of the gathered blossoms with several varieties of flowers of different tints, pinched up into little pieces to serve the purpose. This is a work of art accomplished with a delicate touch and a highly artistic sense of tone and blending. Earthen mounds, known as Onatappan, representing Mahabali and Vamana, are placed along with the Pookalam. Nirabara, representing prosperity, and Nilavilaka, signifying divine blessings, are also placed and beautifully decorated with flowers. Onam 2013. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നമ്മളിവിടെ സമാരംഭിക്കുകയാണ്. ആഘോഷങ്ങൾ തീർച്ചയായിട്ടും ആഘോഷങ്ങൾ വേണം. ആഘോഷങ്ങൾ ലെറ്റ് ഇറ്റ് ബി ഓണം ന്യൂ ഇയർ ഓർ എനിത്തിങ്, ആഘോഷങ്ങൾ സൊസൈറ്റിയുടെ ഒരു ആവശ്യമാണ്. കേരള കലാസമിതി നെയ്വേലി ഇതൊരു വലിയ കുടുംബം ഓർ ഒരു ടൗൺഷിപ്പ് എന്ന ഒരു ഇതിലെ ഒരു കൂട്ടുകുടുംബമായിട്ട് എടുക്കാം. കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളാണ്, ഓരോ അംഗങ്ങളാണ്. നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സൊസൈറ്റിയോട്, ഈ നാടിനോട്. സോ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക, പരസ്പരം സഹകരിക്കാൻ ശ്രമിക്കുക, പരസ്പരം നമ്മളാൽ പറ്റുന്നത് സൊസൈറ്റിക്ക് ചെയ്യുക. അതേപോലെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദി ബെസ്റ്റ് മെസ്സേജ് ഫോർ എനി ഫങ്ഷൻ ആൻഡ് ഫോർ ദിസ് ഓണം ഫങ്ഷൻ ഓൾസോ. NLC ഡയറക്ടർ ഓഫ് മൈൻസുമായ ശ്രീ MS രവീന്ദ്രനാഥിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓണം മെസ്സേജ് ബൈ കലാസമിതി പേട്രൺ ശ്രീ MS രവീന്ദ്രനാഥ്,
Director of Mines, Nelson. കലാലയ അംഗങ്ങളെ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരുടെ അതിലും പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, കലാലയ ഓണാഘോഷം ഇത്രയും കേമമാക്കാൻ വേണ്ടി അണിയറയിൽ പരിശ്രമിക്കുന്ന എല്ലാ കലാലയ സ്നേഹികളെ, എൻ്റെ വിനീതമായ നമസ്കാരം. സന്തോഷവും ദുഃഖവും രണ്ടും ഇടകലർന്നാണ് ജീവിതം. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷത്തിലും അധികമായിട്ട് നമ്മൾ ഇത് ചെയ്യാതിരിക്കുക, ദുഃഖത്തിലും അധികമായിട്ട് ദുഃഖിക്കാതിരിക്കുക. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മമതാന്റെ പറയുന്നത് ഇത് രണ്ടും നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് നമ്മളുടെ ഓണം, മാവേലി തമ്പുരാൻ വിവാഹം ചെയ്ത ഓണം, മാവേലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലത്തെ ഓണം, ആ സമയത്ത് സമ്പൽ സമൃദ്ധിയും സഹിഷ്ണുതയും നന്മയും എല്ലാം ഒത്തുചേർന്ന ഒരു വളരെ മനോഹരമായ ഒരു കാലം. ആ കാലഘട്ടം ഫർദർ ഇത് പ്രചോദിപ്പിക്കാൻ വേണ്ടി യേശുദേവൻ്റെയും നബി തിരുമേനിയുടെയും ശ്രീബുദ്ധൻ്റെയും ഗീതയുടേതെയും സന്തോഷങ്ങൾ നമ്മൾ സമാനമായിട്ട് സ്വീകരിച്ച് കേരളം ഒരു മാതൃകാ രാജ്യം അല്ലെങ്കിൽ ഒരു മാതൃകാ സംസ്ഥാനമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ കാലം പോകെ അതിൻ്റെ ആ പവിത്രയും അതിൻ്റെ ആ മനോഹരിതയും കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഈ മാറ്റം നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ തിരുത്തുവാൻ വേണ്ടി നമ്മൾ യത്നിക്കാം. ഒരു ഇടം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടിപടലങ്ങളും കുറച്ച് കഷ്ടപ്പാടുകളും ചെയ്തെങ്കിലേ ആ ഇടം ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഇതൊരു ഇടക്കാല ഇതെന്നുള്ളൊരു ഇതിൽ നമുക്ക് സമാധാനിക്കാം. നമ്മളാൽ കഴിയുന്നത് നമുക്ക് ഇത് ചെയ്യാം. ഈ സനാതന ധർമ്മങ്ങളും ഉൾക്കാഴ്ചകളും നമ്മളുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ നമ്മളുടെ പാതയിലൂടെ, നമ്മുടെ ഗുരുക്കന്മാരുടെ, നമ്മളുടെ മാതാപിതാക്കന്മാരുടെ പാതയിലൂടെ നമ്മൾ നയിക്കുക. അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമായിരിക്കും. ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടിയെത്തുന്നത് ബാല്യകാലമാണ്. പുതിയ ഡ്രസ്സുകൾ ധരിച്ച് പൂക്കളെറുത്ത് ഊഞ്ഞാലാടി ഓണസദ്യയുടെ സുഗന്ധവും നുകർന്ന് നടക്കുമ്പോൾ നമ്മോട് അമ്മമാർ പറയും, മഹാബലി നമ്മെ കാണുവാൻ എത്തുമെന്ന്. അത്ഭുതം കൂറുന്ന നമ്മളെ നോക്കി അമ്മമാർ വീണ്ടും പറയും, മഹാബലി പക്ഷേ അദൃശ്യനായിരിക്കും വരിക എന്ന്. അതൊരു സങ്കല്പം മാത്രമാണോ? പ്രതീക്ഷയുണർത്തുന്ന ഈ സങ്കല്പം ഒരുപക്ഷെ സദൃശനായും വന്നു ചേരാം. ആ പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കാം. Onam skit, a sarcastic skit depicting the new generation life. കേരള രാഷ്ട്രീയ വിവാദങ്ങൾക്കും കുത്തനെയുള്ള വിലക്കയറ്റത്തിനുമിടയിൽ വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. ഇവിടെ ഓണപ്പാട്ടും കളികളും ഒന്നും ഇല്ല മക്കളെ. Open Gangnam Style. Open Gangnam Style. Gangnam Style. Open Gangnam Style. Gangnam Style. Open Gangnam Style. കാലം പോയൊരു പോക്കെ. എന്താ പോലെ നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? ഇവിടെ ഓണ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ലേ?
അമ്മയുടെ കൈപുണ്യം കിട്ടിയിട്ടുള്ള മകൾ നീയല്ലേ. അതാ ഓരോ ഓണത്തിലും ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങും. ഈ അച്ഛന്റെ ഒരു കാര്യം, ഇപ്പൊ ഓണസദ്യയൊക്കെ ഇൻസ്റ്റന്റ് അല്ലേ, നമുക്ക് സദ്യയൊക്കെ ഓർഡർ കൊടുത്തു വാങ്ങാം. അതൊന്നും പോരാ മോളെ, ഈ വാങ്ങുന്ന കറികൾക്കൊക്കെ ഒരു ടേസ്റ്റും ഇല്ലെന്നേ. സാമ്പാറും പുളിശ്ശേരിയും പായസവും എല്ലാം ഒരുപോലെ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ, ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓണസദ്യ ഒരുക്കാം. കുട്ടികളും കൂടട്ടെ, അവര് ഓണം എന്താണെന്ന് അറിയട്ടെ. ഓണവും മാവേലിയും ഒക്കെ ഇപ്പോൾ കച്ചവടമായി മാറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ പോയാൽ എവിടെ ചേർന്ന് നിൽക്കും? ഈ ന്യൂ ജനറേഷനിൽ ഇങ്ങനെയൊക്കെ പറ്റും. എല്ലാം ഫാസ്റ്റ് ലൈഫ് അല്ലേ. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ കിട്ടാത്തതൊന്നുമില്ല. അതല്ലേ പുരോഗതി. ഞങ്ങൾ ഇവിടെ കലാലയയിൽ ഓണം ആഘോഷിക്കുന്നത് പഴമയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ്. തുമ്പിതുള്ളലും വില്ലുപാട്ടും കോൽക്കളിയും തിരുവാതിരയും പുലികളിയും കൊയ്ത്തുപാട്ടും എല്ലാം ഉണ്ട്. മഹാബലി തമ്പുരാൻ ഇതെല്ലാം കണ്ടാസ്വദിച്ച് ഓണസദ്യയുമുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല കാലം. Onam dance, which depicts Onam's traditions and rituals, is a 10 days long festival. Commences on the Atham day by making Pookalam in front of courtyard by girls. Children enjoy Onam with Unjalatam and other Onam games. വന്നല്ലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണവില്ലിൻ താളമിട്ടൊന്നാടുവാനായി വാ ചിങ്ങക്കാറ്റിൻ തങ്കക്കൊമ്പിൽ ഊഞ്ഞാലാടാൻ വാ ഊഞ്ഞാലാടാൻ വാ പൊന്നലരും നിറപൗർണമിയും സുരകിന്നര ഗാനവുമായി വരൂ തമ്പുരുവിൽ സ്വരപഞ്ചമവും ഹരിചന്ദന ഗന്ധവുമായി പാടാം ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ മണ്ണിൻ മണം വീശുമ്പോൾ കണ്ണൽ മിഴി നീ ഇന്നും മെയ്യണിഞ്ഞു പൂത്തിലഞ്ഞി ചോട്ടിൽ വന്നല്ലോ ചെഞ്ചൊടിയിൽ വരമഞ്ചരിയും നിറയെ വരമേളവുമായി വരാം ചെമ്പടയിൽ നടക്കുമ്മികളിൽ പദസുന്ദരമായി ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ. Tenants and dependents of Tharavads, which means the traditional large joint family, give Onakalcha, that is the presents, to the Karanavar, the eldest member of the family. In return, Karanavar offers grand feast and gifts. നാടൻ പാട്ട്, the sweet and melodious Malayalam folk song, the heartbeat of villages in Kerala. മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ 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 ഏഴുപേര് ആങ്ങളമാർക്ക് ഞാനൊരു പെങ്ങള് ഏഴുപേര് ആങ്ങളമാരുടെ ഞാനൊരു പെങ്ങള് മകളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ തിരുകുമ്പനാടനു വാങ്ങിച്ച മറിഞ്ഞു മൂടിക്കൂടെ എന്തു ചെയ്തു ഏതു ചെയ്തു മാമ്പഴ കുഞ്ഞോതേ
ചക്കിയ അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ. അവളുടെ മുടിയിൽ അണയാൻ കൊടുത്തയച്ചു ഞാനും. മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോരേ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോരേ. തിരുവമ്പനാടിന്നു വാങ്ങിച്ച പാലിനക്കാരോടാ എന്തു ചെയ്തു ഏതു ചെയ്തു മാമ്പഴ കുഞ്ഞോരേ. Koithupat, the harvest festival song popular among the agricultural community of Kerala. കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ. ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ. മേലെ ചന്തേരാളും കുട്ടം തലവില കൂട്ടണ കേട്ടില്ലേ. ചെയ്താലി കാക്കാന്റെ കാളെ നടകാതെ കുന്നാലി കോയാന്റെ കാളെ നടകാതെ. Pulikali is a colorful recreational folk art performed by trained artists to entertain people on the occasion of Onam. Performers painted like tigers and hunters in bright yellow, red and black colors and dances to the beats of instruments like uduku and takil. The origin of Pulikali dates back to over 200 years. The Maharaja Ramavarma Saktan Tampuran is said to have introduced this folk art. ഓണക്കാലത്തിന്റെ താളമായി പുലികളിയുണ്ടാവും. ആ ചെണ്ടമേളം ഏതൊരു മലയാളി മനസ്സിനും ഉന്മേഷം പകരും.
Thiruvathirakalli is a dance form performed by women on the occasion of Onam to the accompaniment of Thiruvathirapat. Folk songs telling tales of lovesick Parvati, her longing and penance for Lord Shiva's affection and Shiva's might and power. The sinuous movements executed by the group of dancers embody Lasya, or the amorous charm and grace of the feminine. Follows a circular routing pattern accompanied by clapping of hands and singing. Kolkali is an ancient temple-related performing art. Accompanied by music, a group of artists perform rhythmic dance movements with sticks in their hands.
sweet musical feast about Onam. Thumbi Thullal is a folk art form of Kerala which is performed by women to bring out true spirit of Onam festival. A group of women sit in a circle and the lead performer, the Thumbi, sits in the middle holding a bunch of Thumba flowers. They sing a melodious fast-paced song and clap their hands and sway to the melody as the song progresses. Villuvat, also known as Villadichan Pat, is an ancient form of musical storytelling where narration is interspersed with music which is popular in South Kerala. The villa, a bow, is used as primary musical instrument for the Villuvat. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സുപ്രസിദ്ധ വില്ലൻ ക്ഷമിക്കണം, സുപ്രസിദ്ധ വില്ലടിച്ചാൻ പാട്ട് വിദ്വാൻ ഉണ്ണിയാശാന്റെ വില്ലടിച്ചാൻ പാട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങുന്നതാണ്. തെക്കും ഭാഗത്തിരിക്കുന്ന പ്രസിഡന്റിനെ കണ്ട് വടക്കും ഭാഗത്തിരിക്കുന്ന കമ്മിറ്റിക്കാരെ കണ്ട വടിവാളും പത്തല് വടിയുമായി കമ്മിറ്റിക്കാര് കളി തുടങ്ങണ. വടിവാളും പത്തല് വടിയും കയ്യിലെഴുതും കമ്മിറ്റിക്കാരെ ദേശിന്റെ ഉള്ളിൽ വന്ന് തലേ കൊല്ലല്ലേ, ദേശിന്റെ ഉള്ളിൽ വന്ന് തലേ കൊല്ലല്ലേ, നാട്ടാരുടെ മുന്നിൽ വന്ന് തലേ കൊല്ലല്ലേ. വടിവാളും പത്തല് വടിയും കയ്യിലെഴുതും കമ്മിറ്റിക്കാരെ ദേശിന്റെ ഉള്ളിൽ വന്ന് തലേ കൊല്ലല്ലേ.
പണ്ട് കേരളം ഭരിച്ചൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. എന്തോ ചക്രവർത്തിയോ? ചക്രവർത്തിയല്ലടാ, ചക്രവർത്തി മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബവേലി നാടു മണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കും മറ്റില്ലതാനും കളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം നാരായണം ഭജ 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 നാരായണം ഭജ. അരെ അരെ വാ വാ, ഭജനം പാടാൻ പറ്റില്ല. ഹലോ, നിന്റെ കുടുംബം എടുത്താലേ ശരിയാവുള്ളൂ തോന്നുന്നു. എന്റെ എല്ലാം ഭജനം പാടാനാണ് ഈ പൈസയും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കഥ പറയണം ആശാനെ, കഥ പറയാ ആശാനെ. കഥ പറഞ്ഞില്ലേ ഇതിന്റെ ചൂടറിയും താൻ. ഇല്ല, പറയോ ചെല്ലാട്ടെ പറയാം. അങ്ങനെ മഹാബലി ചക്രവർത്തിയുടെ കീർത്തി അങ്ങ് ദേവലോകത്തെത്തി. Vanjipattu or boat song is the form of poetry in Malayalam commonly used while Vallam Kadi, which is popular in Kerala, especially in Onam season. തുള്ളിതുള്ളൽ, കൊയ്ത്തുപാട്ട്, കോൽക്കളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, ഓണംപാട്ട് എല്ലാം കണ്ടതിൽ അതീത സന്തുഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കൊല്ലം ഇനി ഈ ദിവസം നമ്മൾ ഈ നെയ്വേലി നഗരം സന്ദർശിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മാവേലി തമ്പുരാന് നെയ്വേലി ദേശവാസികളുടെ പ്രണാമം. ഭഗവാൻ
മഹാരാജാവേ, ഞങ്ങൾ ഇവിടെ ഒരുക്കിയ കലാപരിപാടികൾ തൃപ്തിയോടെ കണ്ടു എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. എല്ലാ വർഷവും അങ്ങ് വരുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഞങ്ങൾ ഒരു ചെറിയ എളിയ സദ്യ അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് സദയം ഭക്ഷിച്ച് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം കൂടി ചിലവഴിച്ച് മടങ്ങിപ്പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. ലീഡ് ദ ഗൈഡൻസ് നൽകിയ ശ്രീ ലത ചേച്ചി, നമ്മളെ പ്രിയങ്കരിയ ലത ചേച്ചി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെയും ഓണാശംസകൾ. ഞാൻ ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് എനിക്കറിയായിരുന്നു കലാലയയിലെ മെമ്പേഴ്സിന് തീർച്ചയായിട്ടും ഇത് അവരെയും കൊണ്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ ട്യൂഷനുകളും ഒരുപാട് ഇവർക്കുള്ള പേരൻസിനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവുമെന്നും എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഇത്രയും തിരക്കിനിടയ്ക്കും നമ്മുടെ കുട്ടികളും പേരൻസും ഇവിടുത്തെ ലേഡീസ് ജെൻസ് എല്ലാവരും ചേർന്ന് ഇത്രയും മനോഹരമാക്കി തന്നതിൽ ഞാൻ വളരെ എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും നേരം ഇവിടെ ഒരുക്കിയ വരുന്ന ക്ഷമയോടെ കാത്തിരുന്ന് കണ്ട എല്ലാവർക്കും കലാസമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം കലാസമിതി കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യലി നീഡി ആയിട്ടുള്ള കുറേ കുട്ടികൾക്ക് ധനസഹായം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും ആ ധനസഹായം നമ്മൾ നൽകുന്നതായിരിക്കും. അതിലേക്ക് കലാസമിതിയുടെ ട്രഷറർ ശ്രീ നാരായണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാധിക്കപ്പെട്ട കുടുംബ അംഗങ്ങളാണ് ഈ കുട്ടികൾ. അവർക്ക് രക്ഷകർത്താക്കളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് വേണ്ടി ഈ ധനസഹായം സ്വീകരിക്കുവാൻ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മുടെ പേട്രൺ ഈ അടുത്തതായി ശ്രീ അരബിന്ദോ വിദ്യാലയ മെട്രിക്കുലർ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീ വിനോദിനി വി, ശ്രീ അരബിന്ദോ വിദ്യാലയ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. തമിഴ് സെൽവൻ വി, അരബിന്ദോ വിദ്യാലയ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്. ജയകുമാർ എൽ, അരബിന്ദോ വിദ്യാലയ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഡിസ്ട്രിബ്യൂട്ട്. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പേട്രനും ഡയറക്ടർമാൻസുമായ ശ്രീ MS രവീന്ദ്രനാഥ് സാർ, ലത ചേച്ചി, കലാലയ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ നായർ സാർ, മിനി നായർ, പ്രിയപ്പെട്ട കലാലയ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, കുട്ടികളെ, കുറച്ച് വൈകിയെങ്കിലും നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തിനാണ് ഇന്നിവിടെ സാക്ഷ്യം വഹിച്ചത്. പാരമ്പര്യ കലാരൂപങ്ങളായ തിരുവാതിര, കോൽകളി, പുലികളി, വില്ലുപാട്ട്, തുമ്പിതുള്ളൽ, വഞ്ചിപ്പാട്ട് എന്നിവ വളരെ തന്മയത്തോടെ അവതരിപ്പിക്കുകയും കാണികളെ കോരിത്തെരിപ്പിക്കുകയും ചെയ്തു. വളരെ തിരക്കിനിടയിലും നമ്മുടെ ഈ ഓണാഘോഷങ്ങളിൽ പങ്കുചേരുവാനും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ശ്രീ രവീന്ദ്രനാഥിനെ എൻ്റെ പേരിലും എല്ലാ കലാലയ അംഗങ്ങളുടെ പേരിലും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ നടന്ന എല്ലാ കലാപരിപാടികളും ആസൂത്രണം ചെയ്യുകയും നേരിട്ട് വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതിനെ പരിപൂർണതയിൽ എത്തിക്കുകയും ചെയ്ത ലത ചേച്ചിക്ക് കലാലയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ നായർ സാറിനും ശ്രീമതി മിനി നായർക്കും കലാലയുടെ പേരിൽ നന്ദി പറയുന്നു. ഈ ഓണാഘോഷ പരിപാടികളെ വിഭാവന ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണെന്ന് നമ്മുടെ പ്രിയങ്കരിയായ ലത ചേച്ചി
ആ ലത ചേച്ചിക്ക് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹനം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. താങ്ക് യു ലത ചേച്ചി. അടുത്തതായി ഔട്ട്ഡോർ ഗെയിംസ് ആണ്. എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് വെളിയിൽ വന്ന് ഇത് കുറച്ച് ഓണസദ്യ ഒരുക്കാനുള്ള സൗകര്യം കൂടി നൽകി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം വെളിയിലുള്ള ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസിലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സെക്കൻഡ് പ്രശ്നം കൺഫേം ആയി.